എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഗുരുവായൂർ പോണ വഴി നമ്മളൊരു മന്നാടിയാരുടെ ആൻറ്റീക്ക് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് അമ്പലത്തിലേക്ക് അപ്പോഴും കൊണ്ടുപോകാനൊരു ഓടിൻ്റെ തൂക്കുപാത്രം കിട്ടുമോ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ അന്തം വിട്ട് പോണൊരു സംഭവം, ഒരു സ്ഥലം. ഇത്രയും വലിയൊരു ആൻറ്റീക്ക് ഷോപ്പിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഓരോന്നിൻ്റെ വലുപ്പം കണ്ടാൽ നമ്മൾ ഞെട്ടും. എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷേ സൂപ്പർ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഇടാം കേട്ടോ. സൂപ്പറല്ലേ, എല്ലാം വാവ് വാവ് ആണ്, ഒന്നും പറയാനില്ല. എനിക്ക് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയില്ല, നിങ്ങളെല്ലാം കണ്ടോളൂ. ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വരുന്നുണ്ട്. ഇതൊരു മന്നാടിയാർ ഫാമിലി നടത്തണ ഒരു ഷോപ്പാണ്. എല്ലാം ഭയങ്കര വിലയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ബാഹുബലി സ്റ്റൈലാണ്. ഇവർക്ക് 2 ഷോപ്പുണ്ട്. ഞങ്ങൾ ആദ്യം റോഡ് സൈഡിലുള്ളൊരു ഷോപ്പിലാണ് പോയത്. അപ്പോൾ ഇവരുടെ ഗോഡൗൺ പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ്. എന്താ എല്ലായിടത്തേക്ക് നോക്കിയാലും സംഭവങ്ങളാണ്, ഒന്നും പറയാനില്ല. കൊള്ളാലോ. ബക്കറ്റ് അല്ലേ? വേറെ ഇല്ലാന്ന് പറഞ്ഞ ഏത് ഷൂട്ടിങ്ങിന്? ഇതാ വലിയ പാത്രം ഉണ്ട്. അതെ അതെ, ഇല്ലില്ല. ഒരു പ്രത്യേക ഫീലല്ലേ? ആ, എന്താ ഭംഗി. ഓ, ഫോട്ടോ എടുത്ത് തകർക്കാം. കുഞ്ഞുമണി നിലത്തിറക്കാതിരിക്കുക, എല്ലാം പോയി പിടിച്ചിട്ടേ പൊട്ടിയാ പോയില്ലേ അമ്മേ. ആണോ? ആ ശരിയാ. വലിയ വിളക്കുകള്. ഓ, സൂപ്പർ ഫ്ലവർ വൈസ് അല്ലേ? നോക്ക് കേട്ടോ, എന്തൊരു ഭംഗി. അതിൻ്റെ പ്രിന്റ് മറ്റേ ദുബായിലെ പോലെ. ആ ലൈറ്റ് ഇല്ലേ, ടർക്കിഷ് ലൈറ്റുകളുടെ ആ പ്രിന്റ്. ഓഹോ, ഇതൊക്കെ ഏത് കാലിട്ടാലും ട്രെൻഡ് ആയിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളല്ലേ? ഓ, ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവന്നാണോ എന്തോ. ഇതൊക്കെ ഇവിടെ ഇടും. ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു ഐശ്വര്യം എല്ലാവർക്കും അല്ലേ? മോളിൽ നിന്നൊക്കെ നിൽക്കുമ്പോഴേ ഇതൊക്കെ ഇത് എന്ത് രസാ. ഇതിലിങ്ങനെ പ്രിന്റ് പോലെ സാരിയും ബ്ലൗസും നോക്ക്. വലിയ നടരാജ വിഗ്രഹം. എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാറിയില്ല. ഇവിടെ ധന്വന്തരി. ഇത് പുതിയതാണോ? കുറച്ച്
പഴയതുണ്ടോ വല്ലതും? പഴയ പ്ലേറ്റ്സ് അത് ഇതൊക്കെ ഓ ഇത് നോക്കൂ, ഈ ഗണപതി. അമ്മ ഈ ഗണപതി നോക്കൂ, ഇത് നോക്കൂ എല്ലാ കയ്യിലും. ഇതെന്ത് ഗണപതിയായിരുന്നു? ദൃഷ്ടി ഗണപതിയാ പോട്ടാ? വീരഗണം അല്ല, എല്ലാ ഗണപതിമാർ ദൃഷ്ടി ഗണപതി. ഇത് പഴയതാണ് ചേച്ചി, ഏതാ പുതുതോ? അത്രയാണ്. ഓക്കെ, നല്ല മോശല്ലേ? ഇതവിടെ ഒരു ഹനുമാനെ നോക്കോട്ടാ. ഇത് നോക്കൂ, ഈ ഹനുമാനെ എന്ത് രസമാണ്. എനിക്ക് ഏതൊക്കെ സൈഡിൽ എടുക്കണ്ടെന്ന് അറിയില്ല. ഇത് ഇവര് റെന്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ, ദിവസത്തേക്കൊക്കെ. ഇപ്പൊ അപ്പോട്ടം നോക്കി വന്ന തൂക്കുപാത്രം വരിക്കാശ്ശേരി മനയിൽ ഷൂട്ടിങ്ങിന് പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് മിസ്സായി. എനിക്കിവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഹായ്, വിളക്കുകളൊക്കെ നോക്കൂ, എന്തോ വലിപ്പം. ഏയ് എന്താ രസം, ഒരു ലോകം തന്നെ. കിണ്ടിയുടെ ഒക്കെ വലിപ്പം കണ്ട. കഴിഞ്ഞ ഇവരിതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടാ, ഫുൾ മരം. എന്താ രസം. കാട്ടുകെട്ടില് ഓരോ കട്ടിലകളുടെ വലിപ്പം. കഴിഞ്ഞ ഇവിടെ എൻജോയ് ചെയ്യണം. തൂക്കുപാത്രമൊക്കെ നോക്കിയിട്ടാണ് വന്നത്. തൂക്കുപാത്രം ഒന്നും ഇവിടെ ഇല്ല, വരിക്കാശ്ശേരിയിൽ എന്തോ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിക്കത്രേ. എന്താ രസം. ഒരു കൂജ പോലെ സാധനം വാങ്ങിച്ചിട്ടുണ്ട് വെള്ളോടിൻ്റെ. അതിന് അമ്പലത്തിൽ പായസം കൊണ്ടുവരാൻ വേണ്ടി എടുക്കാൻ വെച്ചിട്ടാണ്. കുറേ നേരം ഇവിടെ തന്നെ നിന്ന് ഓരോന്ന് നോക്കാൻ തോന്നുന്നു. സമയമില്ല, ഏതായാലും പോവാച്ചാ. പോവാ. അതായത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ്. പാലക്കാട് അങ്ങോട്ട് അവിടെ ഇടത് ഭാഗത്താണ് മന്നാടിയാർ ഹാൻഡിക്രാഫ്റ്റ്സ്. ഇവർക്ക് തന്നെ ഇപ്പോൾ 2 ഷോപ്പുണ്ട്. ഇതാണ് മെയിൻ റോഡ് സൈഡിലുള്ളത്. പിന്നെ അതിൻ്റെ 100 മീറ്റർ പിന്നിലും ഉണ്ട് ഇവിടെ തന്നെ ഷോപ്പ്.
നമ്മുടെ വെള്ളോടിൻ്റെ ഒരു പൂജ പോലെ ഒരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതെടുക്കും. ഓക്കെ. ഓ അടിപൊളി. അതെ അതെ അതെ. അതായത് ഇതിപ്പോൾ ബഫിങ് അല്ലേ, പോളിഷ് വെള്ളോടാണത്. അടിപൊളിയാണ്. ഇതാണ് അവരുടെ മെയിൻ ഷോപ്പ്, റോഡ് സൈഡിൽ തന്നെ. ഇവിടെയുണ്ട് ഒരുപാട് സാധനങ്ങൾ. നമുക്ക് കണ്ടാൽ അങ്ങനെ കൊതിയാവും. ഞാൻ വാച്ചുകളൊക്കെ നോക്കിയിട്ടാ, ഒന്നും വർക്കിംഗ് അല്ല. പിന്നെ അങ്ങനെ റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് ഒന്നും ഇല്ല. ഇത് HMT അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതാ ഈ ക്ലോക്കൊക്കെ പെൻഡിലൊക്കെ പോയിട്ടുണ്ട്. തൂക്കുവിളക്കുകൾ ഇഷ്ടം പോലെ, വിളക്കുകൾ കുറേ. നല്ല രസം കാണാം. പുറത്തൊക്കെ വലിയ ബുദ്ധനും ഒക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് കുറച്ചുകൂടി പുതിയതാണ്, ഇവരുടെ തന്നെ പുതിയത് തുടങ്ങിയത്. ഇതാണ് പഴയത്, ആദ്യം തന്നെ ഉള്ളത്. ടൈം പീസുകൾ. അപ്പോൾ ഒരു ചെറിയൊരു തൂക്കുവിളക്കും കൂടി എടുത്തിട്ടുണ്ട് അമ്മ. നമുക്ക് ഇതാ ഇതിൻ്റെ ചെറുത് അതൊരു പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയിക്കുക. അടിപൊളി. അങ്ങനെ ഞാൻ കൃതാർത്ഥനായി. അമ്മ ആ വട്ടത്തിലുള്ള സാധനം നമ്മൾ പിടിച്ചോളൂ. അമ്മ ഇവിടെ മാത്രം പിടിച്ചിരിക്കാൻ പറ്റില്ല. ശ്രദ്ധ തെറ്റിക്കരുത് കേട്ടോ ഡ്രൈവ് ചെയ്യുമ്പോൾ. കുഞ്ഞുമണി അവിടെ ഉറങ്ങുന്നുള്ള അവസ്ഥയിലാണ്. ആദ്യമായിട്ടൊരു ലോറിനെ ഓവർടേക്ക്. ഇങ്ങനെ ഹൈവേ ആയോണ്ട് ടൗണിലും ചിതലി പാലത്തിൽ ചിതലരിക്കുന്ന പോലെ പതുക്കെ പോകുന്നു. അമ്മ കുട്ടികൾ ചാടണ്ടേ? അങ്ങനെ പോകും.